ഇന്ന് നല്ലൊരു മലബാർ മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ രുചിയിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഈ ദം ബിരിയാണി വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ മട്ടൻ ദം ബിരിയാണി തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഇത് 250 ml കപ്പിൽ 3 കപ്പ് ജീരകശാല അരിയാണ്. ജീരകശാല അരി ഉപയോഗിച്ച് ബിരിയാണി തയ്യാറാക്കുമ്പോഴാണ് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബിരിയാണി നമുക്ക് കിട്ടുന്നത്. ഈ അരി നമുക്ക് നന്നായി കഴുകി ഊറ്റിയെടുക്കണം. ഇനി ഇതിനായി ഏകദേശം 1 കിലോയും 200 ഗ്രാമും വരുന്ന മട്ടനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 15 പീസായാണ് മട്ടൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയാണ് നമ്മൾ മട്ടൻ ഗ്രേവിക്ക് വേണ്ടി കൂടുതലായി ഉപയോഗിക്കുന്നത്. അതിനായി ഞാനിവിടെ 3 മീഡിയം സൈസുള്ള ഉള്ളി വളരെ നേരിയതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിയെല്ലാം ഒരേ ഭാഗത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ ഇതേപോലെ നേരിയതായി കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനു പുറമെ 2 മീഡിയം സൈസുള്ള ഉള്ളി കൂടി ഞാനൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്രേവിക്കും പിന്നെ ബിരിയാണി റൈസിലേക്കും വേണ്ടി ഉപയോഗിക്കാനാണ്. ഇനി നമുക്ക് അരി അളന്നെടുത്ത അതേ കപ്പിൽ 1 കപ്പ് തേങ്ങയുടെ കട്ടിയുള്ള പാല് വേണം. പിന്നെ 1 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഒന്നോ അല്ലെങ്കിൽ ഒന്നിൻ്റെ പകുതിയോ ചേർത്താൽ മതിയാകും. ഇനി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 8 മുതൽ 10 വരെ നല്ല എരിവുള്ള പച്ചമുളകും 12 മുതൽ 15 വരെ വെളുത്തുള്ളി അല്ലിയും അതുപോലെ തന്നെ 2-2.5 ഇഞ്ചോളം വലുപ്പം വരുന്ന ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണിത്. കൂടെ തന്നെ ഏകദേശം 1/2 കപ്പ് നല്ല പുളിയുള്ള തൈരും അതുപോലെ തന്നെ 1 ചെറുനാരങ്ങയുടെ നീരും ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പ്രധാനമായി നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗരം മസാല. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത ഗരം മസാലയാണ്. ഈ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യത്തിനായി കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ഞാൻ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും നമുക്ക് ഇതിനായി ആവശ്യമായിട്ടുണ്ട്. കൂടാതെ ഒരു ബേ ലീഫ്, കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പുവും കൂടി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കി തുടങ്ങാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു കുഴിയുള്ള പാത്രത്തിൽ ഓയിലെടുത്ത് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-2 റൗണ്ടായി ഉള്ളി ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഉള്ളി വറുത്തെടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബിരിയാണി റെസിപ്പീസിൽ പറഞ്ഞിട്ടുണ്ട്. ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഓയിൽ തന്നെ നമ്മൾ ഇനി ഗ്രേവി തയ്യാറാക്കാനും റൈസ് തയ്യാറാക്കാനായി ഉപയോഗിക്കുന്നുണ്ട്. ഉള്ളി ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ തന്നെ ഇത് ചട്ടിയിൽ നിന്നും കോരി മാറ്റണം. ഉള്ളിയുടെ കളറിനനുസരിച്ച് നമ്മുടെ മട്ടൻ ഗ്രേവിയുടെ കളറും മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉള്ളി വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് കരിഞ്ഞു പോവാതെ നോക്കുന്നത്. ഇപ്പോൾ ഉള്ളി മുഴുവനായി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്യൂവും ഉണക്കമുന്തിരിയും കൂടി ഇതുപോലെ ഗോൾഡൻ കളറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മട്ടൻ ഗ്രേവി തയ്യാറാക്കി തുടങ്ങാം. ഇതിനായി ഞാനിവിടെ ഒരു വലിയ പാത്രം ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ദം ഇടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ പാനിലേക്ക് നമുക്ക് നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തതിൽ നിന്നും പകുതി എണ്ണ ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. നെയ്യും എണ്ണയും ഒന്ന് പാകത്തിന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കറിക്കും റൈസിനുമായി അരിഞ്ഞു വെച്ച ഉള്ളിയിൽ നിന്നും 3/4 ഭാഗത്തോളം ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉള്ളി ആവശ്യത്തിന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു മാറ്റി വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാക്കി വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മട്ടൻ വേവാൻ കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ പ്രഷർ കുക്കറിലും ഗ്രേവി തയ്യാറാക്കാവുന്നതാണ്.
ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. മട്ടൻ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിങ്ങനെ കളർ മാറി ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് എടുത്തു മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. തൈരെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയം നമുക്ക് വറുത്തു മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്നും 1/4 ഭാഗത്തോളം ഉള്ളി ഇതിലേക്കായി ഇട്ട് കൊടുക്കണം. കുറച്ച് ഉള്ളി നമുക്ക് ഗാർണിഷ് ചെയ്യാനായി മാറ്റി വെക്കാം. ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ കൈവച്ച് തന്നെ ചെറുതായി ഒന്ന് ഉടച്ചു വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഗ്രേവിയിലേക്ക് പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ വറുത്തെടുത്ത ഉള്ളിയിൽ നിന്നാണ് മട്ടൻ ഗ്രേവിയുടെ കളർ വരുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഈ സമയം ഒന്ന് ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മട്ടൻ വെന്തു വരാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 4-5 കപ്പ് നല്ല ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് മട്ടൻ വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1 കപ്പ് കട്ടിയുള്ള തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ കൂടി ചേർത്തതിന് ശേഷം ഞാൻ ഇതൊരു പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ എടുത്തിട്ടുള്ള മട്ടൻ നല്ല വേവുള്ളതായതുകൊണ്ട് ഏകദേശം 12 മുതൽ 15 വിസിൽ വരെ വേണ്ടിവരും ഈ മട്ടൻ ഒന്ന് വെന്ത് കിട്ടാൻ. ഇത് ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറോളം സമയം നമുക്ക് മട്ടൻ വേവാനായി തന്നെ എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ റൈസ് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് നേരത്തെ ഉള്ളി വറുത്തതിൽ നിന്നും ബാക്കിയുള്ള എണ്ണ മുഴുവനായി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ഏകദേശം 2 ടേബിൾ സ്പൂണോളം എണ്ണ വരും. കൂടാതെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. നെയ്യെല്ലാം ആവശ്യത്തിന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ബേ ലീഫ്, 4-5 ഏലക്ക, 5-6 ഗ്രാമ്പൂ, 2 വലിയ പീസ് കറുവപ്പട്ട കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കഴുകി നന്നായി വെള്ളം കളഞ്ഞ് ഊറ്റിയെടുത്തിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഈ അരി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ഫ്രൈ ചെയ്ത അരിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തത്. വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിൽ മൊത്തം 6 കപ്പ് ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്രൈ ചെയ്ത ഉള്ളിയിൽ നിന്ന് ഒരു നുള്ളു ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ അരിയും വെള്ളവും ഏകദേശം ഒരേ അളവിൽ വരുന്ന സമയത്ത് നമുക്ക് തുറന്നു നോക്കി ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് നന്നായി ആവി കയറി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം പൂർണ്ണമായും ഓഫാക്കി കൊടുക്കാം. പിന്നീട് ഒരു 10-15 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായി വെക്കണം. ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ടാണ് അരി മുഴുവനായും വെന്തു വരുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് മട്ടൻ ഗ്രേവിയുടെ ബാക്കിയുള്ള പണി കൂടി ഒന്ന് ചെയ്തു തീർക്കാം.
പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്ത മട്ടൻ ഞാൻ വീണ്ടും ഈ പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അധികം വരുന്ന ഗ്രേവി ഞാൻ ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഗ്രേവിയെല്ലാം പാകത്തിന് വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല കൂടിയൊന്ന് ഈ സമയം ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ദമ്മിട്ട് തുടങ്ങാം. ദമ്മിടുന്നതിന് തൊട്ട് മുന്നേ ആയാണ് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബിരിയാണി റൈസ് എല്ലാം പാകത്തിന് സെറ്റായി വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇതിന് മുകളിലായി റൈസ് നിരത്തി കൊടുക്കാം. റൈസ് ഒന്ന് ലെയർ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം വേണമെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാം. റൈസ് ഇതുപോലെ നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് അതിന് മുകളിലായി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒനിയനും കിസ്മിസും കാഷ്യൂവും ഇട്ട് കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് നാരങ്ങ നീരും ഒരു നുള്ളി ഗരം മസാല പൊടിയും കുറച്ച് നെയ്യ് കൂടി ഇതിന് മുകളിലായി ഇട്ട് കൊടുക്കണം. പിന്നീട് ബാക്കിയുള്ള റൈസ് മുഴുവൻ നമുക്ക് ഇതിന് മുകളിലായി നിരത്തി കൊടുക്കാം. ഇനി വീണ്ടും നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. അതിന് പുറമെ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഫൈനലി ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായി 1 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഒട്ടും തന്നെ ആവി പുറത്ത് കടക്കാത്ത രീതിയിൽ ഇതൊന്ന് അടച്ചു കൊടുക്കണം. ഒന്നെങ്കിൽ ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ മൈദ മാവോ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റും ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റും വേണം ദം ചെയ്തെടുക്കാൻ. അങ്ങനെ മൊത്തം 10 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് വീണ്ടും ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായി വെക്കണം. അങ്ങനെ റെസ്റ്റിംഗ് ടൈമും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദം പൊട്ടിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തലശ്ശേരി മട്ടൻ ദം ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾക്കും ഇതുപോലെ എളുപ്പത്തിൽ മട്ടൻ ദം ബിരിയാണി വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടാതെ ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം.